ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് പൈവളികയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയും ആ പ്രദേശത്ത് നിന്ന് കാണാതായിരുന്ന യുവാവും തൂങ്ങി മരിച്ച നിലയിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. ഫൈസലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, ഇന്ന് രാവിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ നമ്മൾ നൽകിയതായിരുന്നു. ഈ ടവർ ലൊക്കേഷൻ ഒടുവിൽ കണ്ട സ്ഥലത്ത് പോലീസിന്റെ വ്യാപക പരിശോധനയായിരുന്നു. എന്താണ് കണ്ടെത്താനായത്? വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് രാവിലെ മുതൽ 52 അംഗ സംഘ പോലീസ്, ഒപ്പം തന്നെ നാട്ടുകാർ, സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എല്ലാം ചേർന്ന് പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ ഇപ്പോൾ അല്പം മുമ്പാണ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന, നമുക്ക് അതിനടുത്തേക്ക് അധികം പോകാൻ പറ്റില്ല, നിൽക്കുന്ന ആ ഭാഗത്താണ്. അതായത് ഈ മണ്ടേക്കപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലത്തിലെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിന് സമീപമാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഈ തൂങ്ങിയ നിലയിലാണ്. സമീപവാസിയായ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരാളെ കാണാതായിട്ട് എന്ന് പറഞ്ഞ 42 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ കൂടി മൃതദേഹങ്ങളുണ്ട്. പോലീസൊക്കെ ഈ മൊബൈൽ ഫോണൊക്കെ നോക്കി, ആ ലൊക്കേഷൻ നോക്കിയിട്ടാണ് ഇവിടേക്ക് എത്തിയത്. ആ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം. ഇതാണ്, ഈ കാണുന്നതാണ്. ഈ പോലീസ് ഇപ്പോൾ സീസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. ഫോറൻസിക് സംഘം എത്തിയതിനു ശേഷം അത് സീസ് ചെയ്യും. ഇതിനടുത്ത് രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകളുണ്ട്. അപ്പോൾ തന്നെ ഒരു കത്തിയുണ്ട്. ഈ കയറിലാണ്, ഒരു പ്ലാസ്റ്റിക് കയറിലാണ് ഈ രണ്ടുപേരും തൂങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കയർ മുറിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാക്കാം ഈ കത്തി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷനാണ് നേരത്തെ പോലീസ് ട്രേസ് ചെയ്തത്, ഈ ഭാഗത്താണെന്നുള്ളത്. അങ്ങനെയാണ് ഈ വ്യാപകമായി തന്നെ തെരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. ഇപ്പോൾ ഇൻസ്പെക്ടർ ശരിക്കും നമ്മൾ സാധാരണ ഒരു TV ഓണാക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് സജഷനായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോസുകൾ തന്നെയാണ്. അതിൽ സിനിമകൾ ഉണ്ടാകാം, പാട്ടുകൾ ഉണ്ടാകാം, കോമഡി സ്കിറ്റുകൾ ഉണ്ടാകാം, റീൽസ് പോലെയുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാനാണ്. നമ്മൾ അതൊക്കെ തന്നെയായിരുന്നു ഇത്രയും, അതായത് മുൻപ് ഒരു കാലം വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് സജഷനായിട്ട് വരുന്നതും ഇത്തരം വീഡിയോസുകൾ തന്നെയായിരുന്നു. അത് നമ്മൾ വളരെ രസിച്ചിരുന്ന് തന്നെ കാണുകയും ചെയ്യുന്നു. എന്നാൽ ഈ അടുത്ത് സമീപകാലത്ത് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന തന്നെയാണ്. അല്ലെ, ഇപ്പൊ നമ്മൾ യൂട്യൂബ് എടുത്താലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറന്നാലും അല്ലെങ്കിൽ നമ്മളൊരു TV ഓൺ ചെയ്താൽ പോലും നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വളരെ വിചിത്രവും അതുപോലെ തന്നെ എന്താ പറയുക, കേൾക്കാൻ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ്. നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്തരം വിചിത്രമായിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഡെയിലി ഇപ്പോൾ ഓരോ ന്യൂസുകൾ തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അതും വളരെ വിചിത്രമായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു വാർത്ത കണ്ടായിരുന്നു. 26 ദിവസം മുൻപ് കാണാതായ 15-കാരിയും അയൽവാസിയും മരിച്ച നിലയിൽ. ഈ ഒരു വാർത്ത വരുന്നതിന് മുന്നേ, അതായത് ഈ പെൺകുട്ടിയും ആ ഒരു അയൽവാസിയും മരിച്ച നിലയിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിന് മുന്നേ തന്നെ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ 16 വയസ്സുകാരി ഒരു പെൺകുട്ടിയെ 26 ദിവസമായിട്ട് കാണാനില്ല എന്നുള്ള ന്യൂസ് ആയിരുന്നു രാവിലെ വന്നത്. അതിലൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വാർത്ത ഇവിടെ കാണാനിടയായത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 26 ദിവസമായി ഈ ഒരു പെൺകുട്ടിയെയും അതുപോലെ അയൽക്കാരനായ ആ 42 വയസ്സുകാരനെയും കാണാതായിട്ട്. അവർ രണ്ടുപേരും കാണാതായതും ഒരുമിച്ച് തന്നെയാണ്, ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നതും ഒരുമിച്ച് തന്നെയാണ്. കാസർഗോഡുകാരാണ് ഇവർ. പൈവളികയിൽ നിന്നാണ് ഇവർ ആഴ്ചകൾക്ക് മുൻപ് കാണാതായതും അതുപോലെ തൂങ്ങി മരിച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് മരിച്ച് അധികം ദിവസമൊന്നും ആയിട്ടില്ല. കാരണം ഇതില് ഈ ഒരു മൃതദേഹത്തിൽ നിന്നോ പരിസരത്തേക്കൊന്നും ദുർഗന്ധമൊന്നും വന്നിട്ടില്ല എന്നും ആ ഒരു റിപ്പോർട്ടർ പറയുന്നുണ്ട് കേട്ടോ. മൃതദേഹം കിടന്നിരുന്നതിന് 50 മീറ്റർ മാറി വീടും മറ്റൊക്കെ ഉണ്ട്. മൊബൈൽ ടവർ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയെന്നാണ്. എന്നിട്ട് നമുക്ക് ആ വാർത്തയൊന്ന് വിശദമായിട്ടൊന്ന് കേട്ടു നോക്കാം. ചേരുന്നുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണോ അല്ലെങ്കിൽ പബ്ലിക് സ്ഥലമാണോ? ഇത് മണ്ടക്കാപ്പ് ശിവനഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നത്. ഈ സ്ഥലം സ്വകാര്യ സ്ഥലമായിരിക്കും, കറക്റ്റ് അതിന്റെ ചെറിയ ഏരിയയിലാണ്. നിങ്ങൾ ഈ ഭാഗത്തൊക്കെ നാട്ടുകാർക്ക് നേരത്തെ തെരച്ചിൽ നടത്തിയിരുന്നു? ഈ പ്രദേശത്തൊക്കെ നേരത്തെ ഒരു റഫായിട്ടെല്ലാം നോക്കിയിട്ടുണ്ട്. ഇപ്പൊ രാവിലെ ഒന്നുകൂടി നോക്കിയതാ. അപ്പൊ പിന്നെ ഇങ്ങനെ ഡീപ്പായിട്ട് നോക്കുമ്പോഴാണ് ഇപ്പൊ അറിഞ്ഞത് ഒരു പ്രതീക്ഷിക്കാത്ത സ്ഥലമായിരുന്നു ഇങ്ങനെ ഉണ്ടാവുന്നത്. സൂചിപ്പിച്ച പോലെ തന്നെ അക്കേഷ്യ കാടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ആ ഭാഗത്താണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും വ്യാപകമായ ഒരു തെരച്ചിൽ നടത്തിയതിന് ഫലം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ അതൊരു ദുഃഖകരമായ ഒരു വാർത്തയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കഴിഞ്ഞ 12-ാം തീയതി മുതലാണ് ഇങ്ങനെ ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. അപ്പോൾ അതിനുശേഷം ഈ മാതാപിതാക്കളൊക്കെ തന്നെ പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് പോലീസ് വ്യാപകമായി അന്ന് തന്നെ തെരച്ചിൽ നടത്തിയിരുന്നത്. അതായത് ഈ ഡ്രോണൊക്കെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി. പക്ഷേ അതിലൊന്നും ഫലം കാണാത്തതുകൊണ്ട്, കാരണം ഇത് വളരെ വിപുലമായൊരു പ്രദേശമാണ്. നിരവധി ഈ ഇത്തരത്തിലുള്ള അക്കേഷ്യ കാടുകളൊപ്പം തന്നെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങൾ ഉള്ള 90 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെയാണ് 7 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി ഇന്ന് രാവിലെ മുതൽ വനിതാ പോലീസ് അടക്കമുള്ളവർ ഇവിടെ എത്തുകയും സന്നദ്ധ പ്രവർത്തകർ എത്തുകയും നാട്ടുകാർ, ക്ലബ്ബ് അംഗങ്ങളൊക്കെ തന്നെ ചേരുകയും ചെയ്തുകൊണ്ട് വിപുലമായി രാവിലെ മുതൽ തന്നെ തെരച്ചിൽ തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ ഒരു ദുഃഖകരമായ ഒരു അന്ത്യം ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്, നിങ്ങൾ ഈ ഭാഗത്തൊക്കെ നേരത്തെ ഈ ഭാഗത്ത് തെരച്ചിലുണ്ടായിരുന്നു? ഇന്ന് പോലീസ് വിളിച്ചിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് തേടാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. കുറെ അങ്ങോട്ട് നിങ്ങൾ വന്നതാ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായി, നമ്മൾ ഇടത്തോളം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഓളം വന്നിട്ട് അങ്ങോട്ട് പോയത്. ഇങ്ങനത്തെ സ്ഥിതിയിൽ കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. ഭയങ്കര ഒരു
ഇതൊരു ചെറിയ കുട്ടിയും ഇങ്ങനത്തെ ഒരു സംഭവം പറ്റില്ല എന്ന് ഭയങ്കര ഖേദകരം. എവിടെയെങ്കിലും പോയി വിജയിക്കുന്നുണ്ടാവും നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്തായെങ്കിൽ ജീവന ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടാവും പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ പരിസരത്തിൽ ആളുകളുള്ള വീടിൻ്റെ അടുത്ത് പരിസരം നമ്മൾ ചർച്ച നടത്തിയില്ല. നമ്മൾ കൂടുതലും ഇവിടെ ഏരിയ ആയതുകൊണ്ട് കാടുകളുള്ള, കാരണം സാധാരണ ഇതിൽ ഒരു സ്മെല്ല് വരേണ്ടതാണ്. ആ സ്മെല്ല് വരാത്തതുകൊണ്ട് നമ്മൾ ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ CCTV ഒക്കെ നമ്മൾ എടുത്താണ്, തൊട്ടടുത്തുള്ള അമ്പലത്തിൻ്റെ. അപ്പം ഇവർ സ്മെല്ല് വരാത്തതാണ് നമ്മൾ ഈ ഇന്നറായിട്ടുള്ള ഏരിയകളിലാണ് കൂടുതലായിട്ട് നോക്കിയത്, കാടുകളിലാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്തത്. ആരും പിന്നെ അങ്ങനെ സംശയം കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നത് തൊട്ടടുത്ത് തന്നെ 50 മീറ്ററേ ഉള്ളൂ, കുട്ടികൾ കളിക്കുന്നതാണ്. ഈ ഏരിയയിൽ ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയാണ് പോലീസ്. പക്ഷേ ടവർ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും കൂടി. അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിങ്ങളോട് ഇന്ന് കിട്ടുന്നുള്ളൊരു ഇത്ര ആൾക്കാർ വലിയ ഒരു പ്രതീക്ഷ പറയാൻ കാരണം. ദൃശ്യങ്ങളൊന്നും അവിടെ ഇവൻ വരുന്നൊരു CCTV, അവൻ മനീഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കൊണ്ടാക്കുന്ന ഒരു CCTV നമുക്ക് കിട്ടിയിരുന്നു. അതിന് ശേഷമുള്ള CCTVകളുള്ള ഏരിയ അല്ല ഇത്. കുട്ടിയുടെ കൂടെ മരിച്ചിരിക്കുന്നത് ആരാന്ന് കൺഫേം ചെയ്തോ? അത് പ്രദീപ്, ഇയാൾ രണ്ടുപേരോടാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും മറ്റൊരു സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ പരിശോധന നടത്തിയിട്ട് തെളിയിക്കും. സാധാരണ ഈ പറഞ്ഞ പോലെ മൃതദേഹം തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മണമൊക്കെ വരേണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചൂടുകാലമായതുകൊണ്ടാണ് അങ്ങനെ ഒരു? അതിൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല, കാരണം നമ്മളതാണ് പ്രതീക്ഷിച്ചത്. കാരണം ഇത്രയും ദിവസം ഒരു 3-4 ദിവസം നല്ല സ്മെല്ല് വരേണ്ടതാണ്. ഇത്ര അടുത്തടുത്ത് വീടുകളിരിക്കും, 50 മീറ്ററോളം വീടുകളിലേക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കാടുകൾ തെരച്ചിൽ നടത്താൻ കൂടുതലായിട്ട് കാരണം. വലിയ ഏരിയ കാടുകൾ തന്നെ ഒരുപാട് വലിയ 100 കണക്കിന് ഏരിയ കാടുകളായതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് ഇന്ന് പെരുതാൻ കാരണം. അതുകൊണ്ടാണ് ഇന്ന് ബൾക്കായിട്ട് ആൾക്കാരെ കൊണ്ട് നാട്ടുകാരുടെ സഹകരണത്തോടെ നമ്മൾ സെർച്ച് നടത്താൻ കാരണം. ഇപ്പോൾ തന്നെ പൂർത്തിയാക്കും ചെയ്യും അത്രയും പെട്ടെന്ന് തന്നെ. ഇൻക്വസ്റ്റ് നടപടി, ഡോഗ് സ്ക്വാഡ്, അതുപോലെ ഫിംഗർ പ്രിന്റ്, ഫോട്ടോഗ്രാഫർ, മറ്റു അവരോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ബാക്കി നടപടി എടുക്കും. ഫലം കണ്ടു എന്ന് പറയാം, ദുഃഖകരമായ ഫലമാണ് അത് തന്നെ നമുക്ക്. കാരണം നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രായമുള്ളൊരു കുട്ടിയാണ്. നമുക്ക് വളരെ സങ്കടമുണ്ട്. കാരണം കുട്ടി അവിടെ ജീവിച്ചിരിക്കുന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. ഇവർ മൊബൈൽ ഉപേക്ഷിച്ച് പോയി എന്നാണ് നമ്മൾ വിചാരിച്ചത്. വളരെ വേദനാജനകമാണെങ്കിലും ഒരു പര്യവസാനം ഉണ്ടായാലും പോലീസ് വളരെ കഷ്ടപ്പെട്ടുണ്ട് ഇക്കാര്യത്തിൽ. എല്ലാവരും തന്നെ വളരെ ബുദ്ധിമുട്ടിട്ടാണ്. നാട്ടുകാരുടെ സഹകരണം ഉണ്ടായിരുന്നു. ഏതായാലും ദൗത്യം വിജയിച്ചിട്ടുണ്ട്. ഇൻസ്പെക്ടർ KP വിനോദ് കുമാറാണ് നമ്മുടെ മുന്നിൽ. അദ്ദേഹമാണ് ഈ അന്വേഷണ സംഘത്തെ നയിക്കുന്നത്. ഈ കുമ്പള ഇൻസ്പെക്ടറാണ്. ഇപ്പോൾ ഏതായാലും അല്പസമയത്തിനൊക്കെ തന്നെ ഡോഗ് സ്ക്വാഡ്, ഒപ്പം തന്നെ ഫിംഗർ പ്രിന്റ് അടക്കമുള്ളവരുടെ എത്തും. ഈ ഞാൻ നേരത്തെ കാണിച്ച ആ മൊബൈൽ ഫോൺ അടക്കമുള്ളവ സീസ് ചെയ്യേണ്ടതുണ്ട്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ, ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇന്ന് തന്നെ പൂർത്തിയാക്കുമെന്നാണ് ഈ ഇൻസ്പെക്ടർ. ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്ന വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ്. എന്നിട്ടും ഇവരെ കാണാതായില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ ഒരു തൊട്ടടുത്ത സ്ഥലത്ത് പോലും അന്വേഷിക്കാനുള്ളൊരു ബോധം ഇവർക്ക് ഉണ്ടായിരുന്നില്ല ഇത്രയും ദിവസമായിട്ടും. അതും 26 ദിവസം കഴിഞ്ഞാണ് ഇപ്പോഴാണ് പോലീസുകാർ ആ ഒരു ടവർ ലൊക്കേഷൻ പോലും നോക്കുന്നത്. ശരിക്കും ഇത് പോലീസുകാരുടെ അനാസ്ഥ തന്നെയാണോ? അവർ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് ഇത് കണ്ടെത്താനാകാത്തത് കൊണ്ടാണ് ഈ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെ നമ്മൾ കേൾക്കേണ്ടിയിട വന്നതും. ഈ കുട്ടിയുടെ മൊബൈൽ ഫോണൊക്കെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. 15 വയസ്സുകാരിയായ ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണൊക്കെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഫോണാണ് ഒരു മെയിൻ വില്ലൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഫോണിന്റെ ഉപയോഗം, അമിത ഉപയോഗം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിധി ഇവരെ തേടി എത്തുന്നത്. ഈ ഒരു ഫോൺ ഒരു പരിധി വരെ ഒരു കാരണം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ ആ 42 വയസ്സുകാരന്റെയും ആ ഒരു മൃതദേഹം കണ്ട സ്ഥിതിക്ക് ശരിക്കും തന്നെ പല രീതിയിലുള്ള കഥകൾ മെനയാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും എന്താ പറയുക, പ്രേമമാണോ എന്നൊക്കെയുള്ള രീതി തന്നെയാണ്. പക്ഷേ എന്താണ് സത്യാവസ്ഥയെന്ന് ഇതൊരിക്കും അറിയില്ല. നമുക്ക് ഒന്നും കണ്ണടച്ചുകൊണ്ട് ഇന്നതാണ് കാരണം എന്ന് പറയാൻ പറ്റില്ല. ഇതിന് പിന്നിൽ ഇനി മറ്റെന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് കൂടി അറിയത്തില്ല. പ്രത്യേകിച്ചും ആ ഒരു പെൺകുട്ടിയുടെ വയസ്സ് 15 വയസ്സാണ്. ഈ വർഷം 10ാം ക്ലാസ് എക്സാം എഴുതാനിരുന്ന പെൺകുട്ടിയാണ്. അതൊന്ന് ഓർമ്മ വേണം. ശരിക്കും ഈ പെൺകുട്ടികൾക്ക് ഇതെന്താ സംഭവിച്ചെന്ന് ഒരു പിടിയില്ല. ഇതിന് പിന്നിൽ എന്താണ് സംഭവം എന്നുള്ളത് യഥാർത്ഥ കാരണം പുറത്തു വരണം. അതുപോലെ തന്നെ ഈ മരണകാരണം, ഇപ്പൊ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പിന്നിലും വല്ല ദുരൂഹതയുണ്ടോ എന്നുള്ളത് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ. എന്തായാലും ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം പുറത്ത് വരട്ടെ. അത് പുറത്ത് വരുമ്പോൾ മാത്രം നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്താണ് ഇതിന് പിന്നിലുള്ളതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. പിന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെ പറയുന്നുണ്ട് ബാക്ക് ഡോർ തുറന്നാണ് ഇരുന്നത്, ആ ഒരു ഡോർ വഴി കൂടിയാണ് പെൺകുട്ടി പോയി എന്നുള്ളത് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ കൂടി ഞാൻ കേൾപ്പിച്ചിട്ട് അവരുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യം. പുലർച്ചെ 4:45 ചെരിയോക്ക് മനസ്സിലായി എൻ്റെ ചേച്ചി കാണുന്നില്ല എന്ന് പറഞ്ഞ്. പിന്നെ ചേച്ചി കാണുന്ന പിന്നെ ബാക്ക് ഡോറിൽ പോയി. ബാക്ക് ഡോർ ഓപ്പൺ ആയിട്ടുണ്ടായി. പിന്നെ ആടെ ഇടയിൽ പരതിയിട്ടാകുമ്പോൾ ഏടും കാണുന്നില്ല. പിന്നെ കുറച്ച് നേരം ആകുമ്പോൾ ഓള് ഫോൺ റിങ് ആയിക്കൊണ്ടായിരുന്നു. പിന്നെ അതിൽ സ്വിച്ച് ഓഫായി. ഞങ്ങളൊക്കത്തായിട്ട് എല്ലാ ഫാമിലിയായിട്ട് ഒക്കത്തെ പോയിക്കൊണ്ടുണ്ടായല്ലേ. അങ്ങനെ സംശയം അവൻ്റെ കയ്യിൽ എന്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഒന്ന് ക്ലോസ് ആയിട്ടെല്ലാം ഉണ്ടായി. ഞാൻ എൻ്റെ കുഞ്ഞ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ എടുക്കുന്നില്ല അറിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് അവൻ്റെ ഇത് സംശയം വന്നു. അങ്ങനെയായിട്ട് ഞാൻ കുമ്പിള് പോലീസിൽ പോയിട്ട് അവിടെ ഇത് കംപ്ലൈൻറ്റ് കൊടുത്തു. ഇവിടെ ആ ഒരു മൃതദേഹങ്ങൾക്കടുത്ത് കത്തി, ചോക്ലേറ്റ് ഇതൊക്കെ കിടക്കുന്നു. അപ്പൊ ഈ മരിക്കാൻ പോയ കുട്ടി എന്തിനാണ് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുപോയത്? ശരിക്കും നല്ല ദുരൂഹതകൾ തന്നെയുണ്ട്. എന്തായാലും വ്യക്തമായിട്ടുള്ള കാരണം എന്താണെന്നൊന്ന് പുറത്തു വരട്ടെ. അതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും